ഇനി നമുക്കൊരു മത്തിക്കറി വെക്കാം കേട്ടോ. മത്തി മുളകിട്ട് വറ്റിച്ച് വെക്കാം. എന്താ മീനൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പരിപ്പും മുരിങ്ങയും കറിയുണ്ട്. വറവ് വെച്ച് മുരിങ്ങന്തെല്ലാം ഒന്ന് വാടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടാണ്. രണ്ട് മൂന്ന് മത്തി വറക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആരെങ്കിലും മീൻ വെച്ചിട്ടുണ്ടോ ഒന്ന് കമൻ്റ് ഇടണേ. നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ മീൻ വെച്ചാൽ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പുളിവെള്ളം ഇത് മാത്രം മതി. മത്തി വെക്കുമ്പോൾ തക്കാളി പുളിയൊന്നും ഇടാതെ ഇങ്ങനെ മീൻ വെച്ചാൽ നല്ല രസം. മത്തി ഇട്ടോ വേറെ എങ്ങനെ മത്തി വെക്കുന്നേക്കാളും രസമാണ് എങ്ങനെ വെച്ചാൽ. എൻ്റെ വീഡിയോ കാണുന്നവർ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ. ഇതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന്. മുളക് കട്ട കെട്ടിട്ട് പണിയുള്ളൂ. ഇതൊന്ന് നല്ലോണം വറ്റിച്ചിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല അടിപൊളി മത്തി വറ്റിച്ചത്. ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാനൊന്നും സമയമല്ല ഗൈസ്. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യിച്ചിട്ടൊക്കെ പൊരിച്ചാൽ മീൻ പൊരിച്ചാൽ രസമാണ്. ഇതിനുള്ള സമയമൊന്നുമില്ല. എന്നാലും ഒരു 2 മിനിറ്റ് അവിടെ നിൽക്കട്ടെ. നമുക്കിതൊക്കെ ഒന്ന് അടിച്ചു വെക്കട്ടെ. ഉപ്പ് നോക്കിയിട്ടില്ല ഗൈസ്. കുറച്ച് സമയമായി നമ്മൾ മീൻ വേഗം വെച്ചിട്ട് നോക്കി നോക്കാം. ഇങ്ങനെ വേണം കേട്ടോ. ഈ ഒരു നീരുടെ മൺചട്ടിയല്ലേ, ഒന്നുകൂടെ വറ്റും. നമ്മൾ ഓഫാക്കിയൊക്കെ വെച്ചാൽ ഒന്നുകൂടെ അത് വറ്റിപ്പോവും. ഉപ്പൊക്കെ ഒന്ന് നോക്കി
ഇത് വയനാടായതുകൊണ്ടേ വെളിച്ചെണ്ണ ഏത് കുപ്പിയിൽ ഒഴിച്ച് വെച്ചാലും ഉറച്ച് പോകും. അതുകൊണ്ട് ഇങ്ങനെ ഒരു കുപ്പിയിൽ ഒഴിച്ചിട്ട് അടുപ്പിൻ്റെ അടുത്ത് തന്നെ വെക്കണം, ചൂടുള്ള അടുത്ത് തന്നെ വെക്കണം, ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉറച്ച് പോകും. അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ. എനിക്ക് നല്ലോണം എല്ലാ കറിയിലും നല്ലോണം വെളിച്ചെണ്ണ വേണം. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാൻ എനിക്ക് അറിയില്ല. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. എൻ്റെ നാട്ടിൽ ഇങ്ങനെയല്ല കേട്ടോ. ഞാൻ കോഴിക്കോട് ജില്ലയല്ല, താമരശ്ശേരിയാണ്. ഇങ്ങനെ കറി വെക്കൂല. ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ കറിയൊക്കെ വെച്ച് തുടങ്ങിയത്. നോക്കുമ്പോൾ അവിടുത്തെ കറിനേക്കാളും എനിക്കിഷ്ടം വയനാട്ടിലെ കറികൾ, വടക്കര കറി. അതിനൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഒന്ന് വെച്ച് നോക്കിക്കോളൂ. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. സൂപ്പർ.